പരാഗ് പാരിക് ലാർജ് ക്യാപ് ഫണ്ട് NFO ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഈ NFO ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറഞ്ഞ ചെലവിൽ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള 100 ലാർജ് ക്യാപ് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. NFO ഓപ്പൺ ചെയ്യുന്നത് ജാനുവരി 19-നാണ്. NFO ക്ലോസ് ചെയ്യുന്നത് ജാനുവരി 30-നാണ്. സ്കീം റീ ഓപ്പൺ ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 6-ആണ്. അത് ഫെബ്രുവരി 6 മുതലാണ് കറന്റ് NAV വാല്യൂവിൽ ബൈ ചെയ്യാനും സെൽ ചെയ്യാനും സാധിക്കുന്നത്. ഇപ്പം NFO ലോഞ്ച് ചെയ്യുന്നതിന്റെ ഒബ്ജക്റ്റീവ് നോക്കുവാണെങ്കിൽ ബ്രോഡ് ഡൈവേഴ്സിഫിക്കേഷൻ. നമുക്കൊരു ഡൈവേഴ്സിഫിക്കേഷൻ പോസിബിൾ ആണ്. 100 കമ്പനികളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ലോവർ കോസ്റ്റ്, ഇപ്പം കമ്പാരിറ്റീവ്ലി കോസ്റ്റ് കുറവാണ്. ഇപ്പം നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് ഈ 100 കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ചെലവ് കൂടുതലാണ്. അതുപോലെ ലോ ആക്റ്റീവ് ഷെയർസ്, നമുക്ക് കുറഞ്ഞ റിസ്കിൽ സ്റ്റോക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. സ്മാർട്ട് എക്സിക്യൂഷൻ, നമുക്ക് എക്സിക്യൂഷൻ കോസ്റ്റ് ഇവിടെ കുറവാണ്. അതുപോലെ എന്തുകൊണ്ടാണ് നിഫ്റ്റി 100 സെലക്ട് ചെയ്ത്? ഒന്നെങ്കിൽ സെൻസെക്സോ നിഫ്റ്റി 50യോ സെലക്ട് ചെയ്താൽ പോലെ. നിഫ്റ്റി 100-ന് സെൻസെക്സിനെ നിഫ്റ്റി 50യും കമ്പയർ ചെയ്ത് നോക്കുന്നതിന് മോർ ഡൈവേഴ്സിഫൈഡ് ആണ്. അപ്പോൾ നമുക്ക് ടേബിൾ നോക്കുവാണെങ്കിൽ നമ്പർ ഓഫ് ഫേംസ് സെൻസെക്സിൽ 30 ഫേംസ് ആണുള്ളത്, നിഫ്റ്റി 50-ലോ 50 ഫേംസ് ആണുള്ളത്, നിഫ്റ്റി 100-ൽ 100 ഫേംസ് ആണുള്ളത്. മാർക്കറ്റ് ക്യാപ് കവറേജ് നോക്കുവാണെങ്കിൽ സെൻസെക്സിൽ 40% വരുന്നത്, നിഫ്റ്റി 50-ൽ 50% വരുന്നത്, നിഫ്റ്റി 100-ൽ 68% വരുന്നത്. അതുപോലെ പോർട്ട്ഫോളിയോ പൂൾ കവറേജ് നോക്കുവാണെങ്കിൽ സെൻസെക്സിൽ 46%, നിഫ്റ്റി 50-ൽ 56%, നിഫ്റ്റി 100-ൽ 76% വരുന്നത്. അതുപോലെ ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ റെഗുലർ പ്ലാനിൽ നോക്കുവാണെങ്കിൽ 0.55% ആണ് വരുന്നത്. ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനായിരിക്കും ഈ NFO ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ ബെനിഫിറ്റ് നല്ലതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പം ഇന്ത്യയിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള 100 ലാർജ് ക്യാപ് കമ്പനികൾ മാർക്കറ്റ് ക്യാപ്പിന്റെ ബേസിസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ NFO ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ സാധാരണയുള്ള ആക്റ്റീവ് ഫണ്ടുകളെ അപേക്ഷിച്ച് ചെലവ് കുറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ NFO ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇൻഡെക്സ് റിട്ടേൺ ഇൻട്രസ്റ്റ് താല്പര്യമുള്ളവർക്കാണെങ്കിലും ഈ NFO ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനോട് താല്പര്യമുള്ളവർക്കും അതുപോലെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് വോളാറ്റിലിറ്റി മനസ്സിലാക്കുന്നവർക്കൊക്കെ ഈ NFO ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഏതൊക്കെ ഇൻവെസ്റ്റേഴ്സിനാണ് ഈ NFO ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നത് നല്ലത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പം ഇൻഡെക്സ് ഫണ്ടിനേക്കാളും കൂടുതൽ റിട്ടേൺ ആഗ്രഹിക്കുന്നവർ ഈ NFO ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് സ്റ്റോക്കിലോ ഒരു സെക്ടറിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ NFO ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഫണ്ടമെന്റൽ അനാലിസിസിന്റെ ബേസിലും അതുപോലെ ഒരു ആക്റ്റീവ് സ്റ്റോക്ക് ഒക്കെ സെലക്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ NFO ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റോ അതുപോലെ തന്നെ ഇക്വിറ്റി മാർക്കറ്റിന്റെ വോളാറ്റിലിറ്റി സഫർ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കോ അതുപോലെ തന്നെ ഓവർ വാല്യൂഡ് സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഈ NFO ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ. നമുക്ക് സ്കീമിന്റെ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? അത് ഓൾറെഡി കണ്ടതാണ്. നമുക്കൊരു ജനറേറ്റ് ലോങ് ടൈം ക്യാപിറ്റൽ അപ്രീസിയേഷൻ, അതുപോലെ തന്നെ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ പോസിബിൾ ആണ്, നമുക്ക് കോസ്റ്റ് കുറവാണ്. അപ്പോൾ നമ്മൾ പ്ലാൻസ് നോക്കുവാണെങ്കിൽ റെഗുലർ ആൻഡ് ഡയറക്റ്റ് ഉണ്ട്. ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാഗ് പാരിൽ നമ്മൾ ഡയറക്റ്റ് ബൈ ചെയ്യുന്നു. അപ്പൊ നമുക്കിവിടെ ഇന്റർമീഡിയറീസ് ഇല്ല, അതുകൊണ്ട് നമുക്ക് എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും, നമുക്ക് റിട്ടേൺ കൂടുതലായിരിക്കും. പക്ഷെ റെഗുലർ എന്ന് പറയുമ്പോഴത്തേനും നമുക്കിവിടെ ഇന്റർമീഡിയറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, അപ്പൊ നമുക്കിവിടെ എക്സ്പെൻസ് റേഷ്യോ കൂടുതലായിരിക്കും, റിട്ടേൺ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ഗ്രോത്ത് ഉണ്ട്, അതുപോലെ തന്നെ IDCW എന്നുണ്ട്. നമുക്ക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ടൈം ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ ഗ്രോത്ത് എടുക്കാം. IDCW എന്ന് പറഞ്ഞാൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കം ക്യാപിറ്റൽ വിഡ്രോവൽ, ഇതാണ് ഒരു ഡിവിഡൻഡ് പോലെ. അതുപോലെ ലോഡ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ എക്സിറ്റ് ലോഡും എൻട്രി ലോഡും നില്ലാണ്. അതുപോലെ ബെഞ്ച് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50-ലെ 100 കമ്പനികളാണ്. അസറ്റ് അലോക്കേഷൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ആൻഡ് ഇക്വിറ്റി റിലേറ്റഡ് സെക്യൂരിറ്റി ഓഫ് ലാർജ് ക്യാപ് കമ്പനീസ് 80% തൊട്ട് 100% വരെയാണ് വരുന്നത്. അതിൽ റിസ്ക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ വെരി ഹൈ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇക്വിറ്റി ആൻഡ് ഇക്വിറ്റി റിലേറ്റഡ് സെക്യൂരിറ്റി ഓഫ് ഫോറിൻ കമ്പനീസ് എത്ര പെർസെന്റേജ് ആണ്? 20% ബിലോ ആണ് വരുന്നത്. റിസ്ക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ വെരി ഹൈ തന്നെയാണ്. അതുപോലെ തന്നെ ഡെപ്റ്റ് ആൻഡ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് 20%-ലും താഴെ, 20%-ലും ബിലോ ആണ് വരുന്നത്. റിസ്ക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ലോ ആണ്, നമുക്ക് കുറവാണ് റിസ്ക് വരുന്നത്. അതുപോലെ തന്നെ റിറ്റ്സിലും ഇൻവിറ്റ്സിലും ആണെങ്കിൽ 10%-ലും താഴെയാണ് വരുന്നത്. റിസ്ക് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലും ഒരു മീഡിയം രീതിയിലൊക്കെ റിസ്ക് വരുന്നുണ്ട്. അതുപോലെ മിനിമം ആപ്ലിക്കേഷൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. മിനിമം ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. നമുക്കത് 1001, 1002, 1003 എന്നൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമുക്ക് റുപ്പീസ് വരത്തില്ല, അതായത് 1000.5, 1000.7 അങ്ങനെയൊന്നും നമുക്ക് സാധിക്കുന്നതല്ല. അതുപോലെ മിനിമം അഡീഷണൽ ആപ്ലിക്കേഷൻ എമൗണ്ട് 1000 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തു, അതിന് ഒന്നുകൂടി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപയാണ്. മിനിമം റിഡീമബിൾ എമൗണ്ടും വരുന്നത് 1000 രൂപയാണ്. അതായത് NFOയുടെ പീരീഡ് കഴിഞ്ഞതിന് ശേഷം പരാഗ് പാരിക്കിന് നമുക്ക് സെല് ചെയ്യാൻ സാധിക്കുന്ന മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപയാണ്. പരാഗ് പാരിക്കിന് മറ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ നോക്കുവാണെങ്കിൽ പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ട്, പരാഗ് പാരിക്
ELSS ടാക്സ് സേവിംഗ് ഫണ്ട്, അതുപോലെ പരാപാരിക് ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ട്, പരാപാരിക് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്, പരാപാരിക് ആർബിട്രേജ് ഫണ്ട്, പരാപാരിക് ലിക്വിഡ് ഫണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തന്നിരിക്കുന്നത് 2013 സ്റ്റാർട്ട് ചെയ്ത പരാപാരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. നമ്മൾ ഈ NFO ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന റിസ്ക് നോക്കുക. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അതിൽ 80% 100% നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇക്വിറ്റിയിലാണ്. അപ്പൊ അതിൻ്റെതായ റിസ്ക് വരുന്നുണ്ട്. ഒരു വെരി ഹൈ റിസ്ക് ആണ്. നമുക്ക് ഇവിടെ ഈ ചാർട്ട് കണ്ടാൽ തന്നെ കാണാൻ സാധിക്കും, റെഡിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഞാൻ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്.